ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ കുറെ ഘട്ടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തി സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിലൂടെ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ ദഅഫിൻ, ദുർബലമായ ഒരവസ്ഥയിൽ, ഒന്നിനും കഴിയാത്ത, കൈകാലിട്ടടിക്കാനും കരയാനുമല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ദുർബലരായ ഒരവസ്ഥയിൽ നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീണു. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, ആ ബാലാരിഷ്ടതകൾ പിന്നിട്ടതിന്റെ ശേഷം നാം നല്ല ശക്തിയും പവറും കെൽപ്പുമൊക്കെയുള്ള ആളുകളായി അല്ലാഹു നമ്മയാക്കി. ആ യൗവനം പിന്നിടുമ്പോൾ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ, ഏറ്റവും ജീവിതത്തിന്റെ നട്ടുച്ച എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചോരത്തിളപ്പിന്റെയും യൗവനത്തിന്റെയും ഏറ്റവും വലിയ കരുത്തിന്റെയും മനക്കരുത്തുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം പിന്നിട്ടതിന്റെ ശേഷം വാർദ്ധക്യത്തിലേക്ക്, നരബാധിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് മാറുകയാണ്. അല്ലാഹു അവനുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവനെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനും എല്ലാത്തിനും കഴിയുന്നവനുമാണ്. സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ പിന്നിടുന്ന വൈവിധ്യമാർന്ന ഘട്ടങ്ങളെയാണ് ഓർമ്മപ്പെടുത്തിയത്. ശൈശവവും പിന്നിട്ട് ബാല്യവും, അത് പിന്നിടുമ്പോൾ കൗമാരവും, അത് പിന്നിടുമ്പോൾ യൗവനവും, അതും പിന്നിടുമ്പോൾ വയോവാർദ്ധക്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്ന അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് മനുഷ്യൻ പിന്നീട് അവസാനം എത്തിച്ചേരുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ. മനുഷ്യന്റെ എല്ലാ കഴിവുകളും എല്ലാം അസ്തമിച്ചു കഴിഞ്ഞ് ശരീരത്തിൽ തന്നെ അതിന്റെ എല്ലാ പാടുകളും അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട് ജരാനരകൾ ബാധിക്കുന്ന, കാഴ്ച മങ്ങിപ്പോകുന്ന, കേൾവിക്കുറവ് ബാധിക്കുന്ന, കൈകാലുകൾക്കും എല്ലുകൾക്കുമെല്ലാം ബലക്ഷയം സംഭവിക്കുന്ന, നടത്തത്തിന്റെയും ചലനത്തിന്റെയും വേഗതകൾ കുറയുന്ന,
ഇഷ്ടം പോലെ കുനിയുകയും എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യാൻ കഴിയാത്ത, ഓർമ്മക്കുറവുകൾ ധാരാളമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ചപലതകളുടെയും അബലതകളുടെയും ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുകയാണ് അവന്റെ വാർദ്ധക്യം എന്ന് പറയുന്ന പ്രത്യേകമായ സ്റ്റേജിലെത്തുമ്പോൾ. ആ ഒരു ഘട്ടത്തെ ഇസ്ലാം ഒരു പോരായ്മയായിട്ട് പഠിപ്പിച്ചിട്ടില്ല. സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നവർക്ക് പ്രായമാകുന്നത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ദീർഘായുസ് ലഭിക്കുന്നത്. കുറെ പ്രായമായ ആളാണ് ഖൈറായ ആള്. എങ്ങനെ പ്രായമാകുന്നു? തെമ്മാടിയായിക്കൊണ്ടല്ല, പ്രായമായാലും തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാത്തവെന്ന നിലക്കല്ല. വഹസുന അമലുഹു, കർമ്മങ്ങൾ നന്നാക്കി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ജരാനരകൾ ബാധിച്ച് പ്രായാധിക്യത്തിൽ എത്തുന്നയാള് അള്ളാഹു അയാൾക്ക് ഖൈറാണ് ചെയ്തു കൊടുക്കുന്നത്. അവസരം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് വരികയാണല്ലോ, സൽക്കർമ്മ നിരതമായ ഒരു ജീവിതത്തിന് എന്നർത്ഥം. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രായാധിക്യം അവന് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വിശ്വാസിക്ക് പ്രായം കൂടുതലായാലും അവനത് ഖൈറാണ്, നന്മയല്ലാതെ അത് അവന് വർദ്ധിപ്പിക്കില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാറുക്കും അത്വലുക്കും അഅ്മാറാ വഅഹ്സനുക്കും അഅ്മാലാ ഇദാ സദ്ദദൂ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഏറെ കാലം ജീവിച്ചിരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവനാണ്, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ദീർഘായുസ്സുള്ളവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. എപ്പോൾ? വഅഹ്സനുക്കും അഅ്മാല, നല്ല നല്ല പ്രവർത്തനങ്ങളെ ആ മനുഷ്യൻ ചെയ്യുന്നുള്ളൂവെങ്കിൽ, ഇദാ സദ്ദദൂ, അതെ അയാളുടെ ജീവിതം അങ്ങനെ നന്മയുടെ മാർഗത്തിൽ അയാൾ ക്രമീകരിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഉത്തമൻ, ഏറെ ജീവിച്ചിരിക്കാൻ അവസരം കിട്ടുന്നവരും ഏറെ നന്നായി പ്രവർത്തിക്കുന്നവരുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സത്യവിശ്വാസിയോളം ശ്രേഷ്ഠനായ ഒരാളുമില്ല. അയാൾക്ക് ഇസ്ലാമിൽ കുറെ താമസിക്കാനുള്ള ആയുസ് കിട്ടി. എന്തേ കാരണം? ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി, അയാൾ സുബ്ഹാനല്ലാഹുകളും ലാ ഇലാഹ ഇല്ലല്ലാഹുകളും അല്ലാഹു അക്ബറുകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയോവൃദ്ധനാണ്. സൽക്കർമ്മ നിരതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയോവൃദ്ധൻ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനത്തിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യശീബു ശൈബതൻ ഫിൽ ഇസ്ലാം ഇല്ലാ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഏതൊരു മുസ്ലിമാകട്ടെ ഇസ്ലാമിൽ അവന് നര ബാധിച്ചു, മുസ്ലിമായിരിക്കെ ഒരു മുഅ്മിനായ മനുഷ്യന് നര ബാധിക്കുന്നത് പോലും കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ നരയും അവനൊരു പ്രകാശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം, ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന, അത് മുഖേന അല്ലാഹു അവന് ഒരു നന്മ രേഖപ്പെടുത്താതെ വിടില്ല. വഹുത്ത അൻഹു ബിഹാ ഖതിയ, അവന്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടാതിരിക്കുകയില്ല. അപ്പോ വയോവാർദ്ധക്യത്തിലെത്തുന്നത് ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് അല്ലാഹു നൽകുന്ന ഒരു തൗഫീഖാണ്. അത് വലിയ പുണ്യമാണ്, അത് വലിയ സ്ഥാനമാണ്. ആ ഒരു സ്റ്റേജ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ, അഥവാ സൽക്കർമ്മമുള്ള ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റബ്ബവന് നൽകുന്ന ഒരു സമ്മാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവശതകളുടെ ഈ പ്രായം സമൂഹം അവഗണനയുടെ കാലഘട്ടമായി കാണുന്ന ഒരു പ്രത്യേകമായ സ്റ്റേജാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ വയോവൃദ്ധരെ ഏറെ ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. അത് അല്ലാഹുവിനെ ആദരിക്കലും ബഹുമാനിക്കലിലും പെട്ടതാണെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബ, ജരാനരകൾ ബാധിച്ച വയോവൃദ്ധന്മാരെ ബഹുമാനിക്കലും ആദരിക്കലും റബ്ബിനെ ബഹുമാനിക്കുന്നതിലും മഹത്വം
മഹത്വപ്പെടുത്തുന്നതിലും ഉൾപ്പെട്ടതാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ് വയോവാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള വൃദ്ധകളെ, വൃദ്ധന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ കൊടുത്തതാണ് നമുക്ക് തിരികെ ലഭിക്കുക എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഏത് ചോരത്തിളപ്പുള്ളവരാണെങ്കിലും കൗമാരക്കാരാണെങ്കിലും ആരാണെങ്കിലും അവരൊരു കാര്യം അറിയണം, ഇതൊന്നും സ്ഥായിയല്ല. തന്റെ തൊട്ടുപിറകെ വാർദ്ധക്യം മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൃദ്ധന്മാരെ കാണുമ്പോൾ പരിഹസിക്കുകയും അവരെ ശകാരിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ടത്. ഒരാൾ മറ്റൊരാളെ ആദരിക്കുന്നുവെങ്കിൽ അവനെ അവന്റെ വാർദ്ധക്യത്തിൽ ആദരിക്കാൻ അള്ളാഹു ആളുകളെ നിശ്ചയിച്ചു കൊടുക്കാതിരിക്കുകയില്ല എന്ന്. വയോവൃദ്ധരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആളുകളെ അവരുടെ വാർദ്ധക്യത്തിന്റെ സ്റ്റേജിൽ ആദരിക്കാനും ബഹുമാനിക്കാനും പരിപാലിക്കാനും അള്ളാഹു പിൻഗാമികളെ നിശ്ചയിച്ചു കൊടുക്കാതിരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആരെങ്കിലും വയോവൃദ്ധരെ അവഹേളിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ അവഹേളനത്തിനും അപമാനത്തിനും വിധേയരാക്കപ്പെടാതെ ഈ മനുഷ്യനും മരിച്ചു പോവുകയില്ല എന്ന് ഗൗരവത്തോടെ ഓർക്കാൻ വേണ്ട താക്കീതുകളും ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. പ്രവൃത്തിയിലൂടെ, അവരോടുള്ള പെരുമാറ്റങ്ങളിലൂടെ, അവരോടുള്ള വാക്കുകളിലൂടെ എല്ലാം അത് പ്രകടമാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വയോവൃദ്ധൻ കടന്നു വരികയാണ്. ആ വയോവൃദ്ധൻ കടന്നു വരുന്ന അവസരത്തിൽ ആളുകൾ അദ്ദേഹത്തിന് ഒരൽപ്പം സ്ഥലമൊഴിഞ്ഞു കൊടുക്കാൻ ഒരൽപ്പം അമാന്തം കാണിച്ച വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, മുസ്ലിം സൊസൈറ്റിയിൽ അംഗമാകാൻ യോഗ്യനല്ല ആര്? നമ്മളിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിലെ മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, വൃദ്ധന്മാരെയും വൃദ്ധകളെയും തങ്ങളുടെ ഭരണകാലത്ത് പാതിരാവുകളിൽ കറങ്ങി നടന്നുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചുറ്റിക്കറങ്ങിയിട്ട് കുടിലുകളിൽ കഴിയുന്ന അശരണരായ ആലംബഹീനരായ വയോവൃദ്ധകളെയും വൃദ്ധന്മാരെയും പരിചരിച്ച തങ്കലിപികളാൽ രേഖപ്പെടുത്താവുന്ന ഒരു ഭരണാധികാരിക്ക് സ്വപ്നേതി ചെയ്യാൻ കഴിയാത്ത അത്രത്തോളം ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പരിചരണത്തിന്റെ കഥകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. റളിയല്ലാഹു അൻഹും. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇത് കേട്ട് പഠിച്ചതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിച്ചത്. അവരോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മര്യാദകളിൽ ഇസ്ലാം പഠിപ്പിച്ചു. ഒരു മുതിർന്നയാളെ കണ്ടാൽ പ്രായം കുറഞ്ഞവൻ അയാൾ ഇങ്ങോട്ട് സലാം പറയാൻ കാത്തു നിൽക്കരുത് എന്നാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം യുസല്ലിമുസ് സഗീറു അലൽ കബീർ, യുസല്ലിമുസ് സഗീറു അലൽ കബീർ. പ്രായം കുറഞ്ഞവൻ തന്നേക്കാൾ പ്രായമുള്ളവനോട് അങ്ങോട്ട് സലാം പറയണം, വിനയം കാണിക്കണം. അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. അവരോട് അങ്ങോട്ട് സലാം പറയണം സ്നേഹത്തോടെ. മാത്രമല്ല നല്ല അഭിസംബോധനയായിരിക്കണം. നമ്മൾ പ്രായം ചെന്നവരെ എപ്പോഴും വിളിക്കുന്നത് പോലും സ്നേഹ ബഹുമാനങ്ങൾ കലർന്ന ശൈലിയിലായിരിക്കണം. ഹേ കിഴവ, ഹേ തന്തേ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നവരുണ്ട്. പ്രായമായ ആളുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുപ്പ, പൊന്നുപ്പ എന്നൊക്കെയുള്ള അഭിസംബോധനകൾ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുമായുള്ള പോരാട്ടത്തിന് വേണ്ടി അണിചേർന്ന് നിൽക്കുന്ന വേളയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് ജരാനരകൾ ബാധിച്ചിട്ടുള്ള പ്രായാധിക്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹമുണ്ട് ബദർ യുദ്ധത്തിന്റെ പോർക്കളത്തിൽ. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഇടത്തും വലത്തും നോക്കുമ്പോൾ രണ്ട് പിള്ളേർ, രണ്ട് കുട്ടികൾ നിൽക്കുന്നു. രണ്ട് ചെറിയ കുട്ടികളാണ്, പ്രായം ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വരുന്നേ ഉള്ളൂ. നല്ല രണ്ട് കുട്ടികൾ. ആ കുട്ടികളെ അങ്ങനെ നോക്കിയപ്പോ അല്ലാഹ്, എന്ത് നല്ലൊരു മക്കൾ, നല്ല ആരോഗ്യമുള്ള രണ്ട് കുട്ടികൾ. ആ കുട്ടികളുടെ ഇടക്ക് അതിനിടെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതിനിടെ അതിൽ ഒരുത്തൻ, ഒരു ചെറിയവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എന്നൊന്നിങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞുപ്പാ, അബൂജഹലിനെ അറിയോ?
അബൂജഹലിനെ അറിയോ നിങ്ങൾക്ക്? യാ അമ്മി എന്നാ വിളിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാരാ? ഉപ്പാടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ, കുഞ്ഞുപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, എളാപ്പ എന്നൊക്കെ പറയുന്നത്. ആ അഭിസംബോധനയിൽ ആ മക്കളെ എന്നെ വിളിക്കൽ. ഇദ്ദേഹം തിരിച്ച് അങ്ങോട്ടും പ്രതികരിച്ചു, എന്താ മോനെ, എന്തിനാ അബൂജഹലിനെ തിരക്കുന്നത്? ആ കുട്ടി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ റസൂലുള്ളാഹിനെ തെറി പറയുന്ന ആളാണ്, കണ്ടാ കൊല്ലും ഞാൻ. കണ്ടോ ആ കുട്ടികൾ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇസ്ലാം പഠിച്ചു, ആദർശ ദാർഢ്യത പഠിച്ചു, മുതിർന്നവരോട് അഭിസംബോധന ചെയ്യേണ്ടുന്നതിന്റെ വാക്കുകൾ വരെ അവർ പഠിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, ഒരു പ്രായമുള്ള ഒരു ഉപ്പാനെ, ഒരു വെല്ലിപ്പാനെ നമ്മൾ തോണ്ടി അദ്ദേഹത്തോടൊരു കാര്യം പറയുമ്പോൾ അഭിസംബോധന വരെ ഒരു ഉപ്പ എന്നൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് കുഞ്ഞുപ്പ അല്ലെങ്കിൽ എളാപ്പ അല്ലെങ്കിൽ മുത്തപ്പ അല്ലെങ്കിൽ വെല്ലിപ്പ എന്നൊക്കെ പറഞ്ഞു ഒരു സ്നേഹത്തോടെ, കാക്കാന്നല്ല, കാക്ക മാറിക്കവിടുന്ന്, എന്താ കാക്ക കണ്ണാണൂലേ എന്നൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാര് മുതിർന്നവരോട് അഭിസംബോധന ചെയ്യുന്ന അഭിസംബോധനാ രീതികൾ. കണ്ടില്ലേ കിളവൻ നിൽക്കുന്നത്, കണ്ടില്ലേ കിളവിക്ക് കണ്ണ് കാണൂലേ, റോഡിൽ കൂടെ നടക്കുമ്പോ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന ആധുനിക തലമുറ ശാപമേറ്റുവാങ്ങുകയാണ്. അവരോടുള്ള അഭിസംബോധനയിൽ പോലും ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പറയുകയാണ്. ഒരു സദസ്സിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവർക്ക് മുൻഗണന കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് 2-3 സഹാബികൾ കടന്നു വരികയാണ്. 3 ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി കടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തവരെത്തിയപ്പോ അവരിലെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനോട് പറയണം, കബ്ബിർ കബ്ബിർ, നീ അവിടെ മിണ്ടാതൊക്കെ വലിയവർ പറയട്ടെ, വലിയവർക്ക് അവസരം കൊടുക്കൂ, മുതിർന്നവർ സംസാരിക്കട്ടെ, പ്രായമുള്ളവർ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ ഒരു മര്യാദ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുതിർന്ന ആളുകൾ ഇരിക്കുന്നിടത്ത് അറിവുള്ള കാര്യം പോലും പങ്കുവെക്കാൻ സഹാബത്ത് ഭയപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുണ്ടല്ലോ, അവരുള്ളപ്പോ ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ച് മൗനികളായ സഹാബ ചെറുപ്പക്കാരുണ്ടെന്ന് നമ്മൾ അറിയണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഞാൻ കുട്ടിയായിരിക്കെ എന്റെ ഉപ്പയടക്കമുള്ള മുതിർന്നവർ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് സഹാബിമാരെ പരിശോധിക്കാൻ. എന്താണ് ചോദ്യം? ഓ സഹാബിമാരെ, ഇന്ന മിനശ് ശജരി, തീർച്ചയായും വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ശജറ, ഒരു വൃക്ഷമുണ്ട്, മസലുഹാ കമസലിൽ മുസ്ലിം, ആ വൃക്ഷത്തെ ഉദാഹരിക്കാൻ മുസ്ലിമിനോളം പറ്റിയ വേറൊരാളുമില്ല. ഒരു മുസ്ലിമിന്റെ ഉപമ പറയാൻ പറ്റിയ വൃക്ഷം ഏതാണ്? ഈത്തപ്പനയാണ്. ഒരു വൃക്ഷമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. ഏതാ വൃക്ഷം എന്ന് പറഞ്ഞില്ല. ഏതാണ് ആ വൃക്ഷമെന്നാണ് ചോദ്യം. മുസ്ലിമിനോട് ഉപമിക്കാൻ പറ്റാവുന്ന, അഥവാ ഒരു മുസ്ലിം എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവർക്ക് ഉപകാരമാണ്, അതുകൊണ്ടൊരു ഉപദ്രവമില്ല, എല്ലാ അർത്ഥത്തിലും ഉപകാരം കിട്ടുന്നൊരു വൃക്ഷം, അതാണ് ഒരു മുസ്ലിമിന്റെ ഉപമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കറിയാം ആ വൃക്ഷത്തിന്റെ പേര്? അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പിന്നീട് പറയാണ്, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് ഈത്തപ്പനയാണ് എന്ന് വിളിച്ചു പറയാ, അത് നഖലത്താണെന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. പക്ഷേ ഫൈദാ അന അസ്ഗറുൽ ഖൗം, അപ്പൊ കൂട്ടത്തിൽ വലിയ സഹാബിമാരായിരിക്കുന്നതിന്റെ വാപ്പടക്കുള്ള വലിയ നേതാക്കന്മാരായിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ അത് വിളിച്ചു പറയാൻ എന്റെ പ്രായക്കമ്മി എന്നെ തടഞ്ഞു. ഫസക്കത്തു, ഞാൻ മൗനം പാലിച്ചു, ഞാൻ മിണ്ടിയില്ല. കണ്ടോ, അവർക്ക് അറിയാവുന്നത് പോലും പറയാൻ അത്രത്തോളം അവർ താഴ്ന്നു. എന്നാൽ ആ സഭ പിരിഞ്ഞതിന്റെ ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മോനത് പറഞ്ഞു, വാപ്പാ എനിക്കറിയായിരുന്നു അതിന്റെ ഉത്തരം, പക്ഷെ നിങ്ങളൊക്കെ അവിടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൗനം പാലിച്ചു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ നീ അത് അവിടുന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ബാപ്പാക്ക് അത് എത്ര അഭിമാനാകുമായിരുന്നു. അതതിന്റെ മറുവശാണ്, അതതിന്റെ വേറൊരു വശമാണ്. പക്ഷേ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു കാണിച്ചത് അതിന്റെ മറ്റൊരു വശമാണ്. മുതിർന്നവരിയ്ക്കുന്നിടത്ത് അവരൊക്കെ പരിഗണിച്ചിട്ട് ചാടിക്കയറിയിട്ട് സംസാരിക്കരുത്, പരിഗണിക്കാതെ സംസാരിക്കരുത് എന്ന് വളരെ കൃത്യമായ ഒരു പാഠം അതിലൂടെ ഇസ്ലാം പകർന്നു നൽകുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ അവരെ പുറത്തിറക്കാതെ പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. അവർക്കൊരാവശ്യമുണ്ട്, പ്രായമുള്ള ഉപ്പയാണ് ഉമ്മയാണ് ആരോ ആവട്ടെ, അവർക്കൊരാവശ്യമുണ്ട്, അവരതിനു വേണ്ടി പുറത്തേക്ക് ഇറക്കാതെ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം.
നമ്മൾ അങ്ങോട്ട് ചെന്ന് നിർവഹിച്ചു കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ മാറി നിൽക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയായ പടുകിഴവനായിരുന്ന വയോവാർദ്ധക്യത്തിലെത്തിയ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ ഹിജ്റയൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മക്ക ജയിച്ചടക്കി. മക്കം ഫത്ഹിന്റെ വേളയിൽ മക്കയിലേക്ക് പ്രവേശിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നു, ബാപ്പ മുസ്ലിം ആയിട്ടില്ലല്ലോ. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിലെത്തിയിട്ടുണ്ട്, നടക്കാൻ വയ്യ. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിനെ മോനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരുത്തി. പ്രവാചക സന്നിധിയിൽ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു എന്ന വയോവൃദ്ധനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു. ശൈഖനെ വീട്ടിലിരുത്തിയാൽ ഞാനാണ്ട് വരൂലായിരുന്നോ? എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത്? ശൈഖനെ വീട്ടിലിരുത്തിയാൽ ഞാൻ അങ്ങോട്ട് വരൂലായിരുന്നോ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വളരെ സ്നേഹത്തോടെ തൊട്ട് തലോടിയിട്ട് പറഞ്ഞു, മുസ്ലിം ആകണ്ടേ നിങ്ങൾക്ക്? അസ്ലിം ഫഅസ്ലമ. അദ്ദേഹം മുസ്ലിമായ ചരിത്രം അതാണ്. അതോ കണ്ടോ, അമുസ്ലിമീങ്ങളായ പടുവൃദ്ധരാണെങ്കിലും മുസ്ലിമീങ്ങളെ നമുക്ക് മതം നോക്കേണ്ടതില്ല. അമുസ്ലിമീങ്ങളോട് പോലും അവർ വയോവൃദ്ധരാണോ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ പെട്ടെന്നുള്ള ചലനത്തിന്, പെട്ടെന്നുള്ള മനംമാറ്റത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പെരുമാറ്റം, ഹൃദ്യമായ ആ പെരുമാറ്റം കാരണമായിട്ടുണ്ടാവില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആരോടും നമ്മളത് പാലിക്കണം, ആരോടും നമ്മൾ ആ ബഹുമാനം പാലിക്കണം. വളരെ കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഇമാമീങ്ങളോട് വരെ, ഇമാമത്ത് നിൽക്കുമ്പോ വരെ ഇമാമുമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുഖഫിഫ്, വല്ലാതെ നീട്ടി പാരായണം ചെയ്യരുത്, ദീർഘമായി നിസ്കരിക്കരുത് നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിൽ മഅ്മൂമുകളായി നിസ്കരിക്കുന്നവരിൽ നന്നേ അവശരായ ചെറിയ ബാലന്മാരുണ്ടാകും, കുഞ്ഞുമക്കളുണ്ടാകും, അതുപോലെ തന്നെ അവരിൽ രോഗികളുണ്ടാകും, അതുപോലെ തന്നെ അവശരായ വയോവൃദ്ധന്മാരുണ്ടാകും. അവരെ നിങ്ങൾ പരിഗണിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ടല്ലേ ആ വാർദ്ധക്യത്തിന്റെ സ്റ്റേജിൽ ഇസ്ലാം പലതിലും ഇളവ് കൊടുത്തത്. നിൽക്കാനാവില്ലേ, ഇരുന്ന് നിസ്കരിച്ചോളൂ. ഇരുന്ന് നിസ്കരിക്കാനാവില്ലേ, കടന്നു നിസ്കരിച്ചോളൂ. നോമ്പെടുക്കാൻ പെയ്ത കഴിയില്ലേ, നിങ്ങൾക്ക് പിന്നെ നോച്ചു വീട്ടാൻ കഴിയാത്തത്ര അവശ വാർദ്ധക്യത്തിന്റെ ആ അവസ്ഥയിലെത്തിയോ, നിങ്ങൾ നോൽക്കണ്ട, പകരം നിങ്ങൾ മുദ്ദ കൊടുത്താൽ മതി, പ്രായശ്ചിത്തം കൊടുത്താൽ മതി. ഒട്ടേറെ ഇളവുകൾ ഇസ്ലാം ആ സ്റ്റേജിൽ പരിഗണിച്ചത് അവരെ ആദരിച്ചുകൊണ്ട് തന്നെയാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ, വൃദ്ധന്മാരോടും വൃദ്ധകളോടുമൊക്കെയുള്ള നമ്മുടെ നയത്തിൽ, പെരുമാറ്റത്തിൽ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ലോകത്ത് എഴുതപ്പെട്ട ഏത് മതഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, പേജുകളോളം അവശവാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളോട് പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് വാചാലമായി സംസാരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥത്തിൽ കാണാം, ആരെങ്കിലും ഒരു വൃദ്ധനായ മനുഷ്യന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ആ വൃദ്ധൻ നല്ല പ്രായമുണ്ട്, നല്ല അറിവുമുള്ള വ്യക്തിയാണെങ്കിൽ മശാ അൻ യമീനി, അയാളുടെ വലതുഭാഗം ചേർന്ന് നിങ്ങൾ നടക്കണം. യുഖീമുഹു മഖാമൽ ഇമാമി ഫിസ്സലാ, നിസ്കാരത്തിൽ ഒരു ഇമാമത്ത്, നിങ്ങൾ ഒരു ഇമാമിന് മഅ്മൂമ് പിന്തുടരുന്നത് പോലെ ഒറ്റക്ക് ഒരു മഅ്മൂമ് ഇമാമുമായിട്ട് നിൽക്കുമ്പോ ആ മനുഷ്യന്റെ ഇമാമിന്റെ വലതുഭാഗത്തല്ലേ ഇയാൾ നിൽക്കേണ്ടത്, അതേപോലെ ഓരം ചേർന്ന് ഒരു സഹായി എന്നോണം നിങ്ങൾ നടന്നു പോകണം. വഇദാകാനു ജമാഅ, കുറെ ആളുകളുണ്ടെങ്കിലോ മശവു ഖൽഫ കബീരി സിന്നി, നിങ്ങളിൽ പ്രായാധിക്യമുള്ളയാളെ മുന്നിൽ നടത്തിയിട്ട് നിങ്ങൾ ആദരവോടെ പിറകെ നടക്കണം. ഇതൊക്കെ പണ്ഡിത ലോകം ഇസ്ലാമിനെ കാഴ്ചവെച്ചിട്ടുള്ള, ലോക സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള മര്യാദകളാണ്. ഇന്നിന്റെ ലോകം ഇതിനെയൊക്കെ പുച്ഛിക്കുന്നു എന്നത് വേറെ കാര്യം. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കുക, ചിന്തിക്കുക. വാർദ്ധക്യം എന്ന് പറയുന്നത് പരിഹസിക്കപ്പെടേണ്ടുന്ന, അവഗണിക്കപ്പെടേണ്ടുന്ന സ്റ്റേജല്ല, പരിഗണിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന പദവിയാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പെരുമാറ്റ രീതികളിലും സ്വഭാവ രംഗത്തുമൊക്കെ വന്നുപോയിട്ടുള്ള എന്തെങ്കിലും ദൗർബല്യങ്ങളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാന സ്റ്റേജായി പരിഗണിക്കപ്പെടുന്ന വയോവാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ സ്റ്റേജിലെത്തിയിട്ടുള്ള ആളുകളോട് പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതിൽ നമുക്ക് ഏറെ കടമകൾ വർദ്ധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും വയോവൃദ്ധനാണെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് കടമകളുണ്ട് എന്ന്. ഒരു മുസ്ലിം കൂടിയാണെങ്കിലോ അപ്പോൾ നമുക്ക് കടമകൾ വർദ്ധിക്കുകയായി തീർന്നില്ല. അതൊരു അയൽക്കാരനാണെങ്കിലോ ഒരുപാട് കടമകൾ കൂടുകയായി. നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു ബന്ധുവാണെങ്കിലോ അതിനേക്കാളും അപ്പുറം നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയായി. നമ്മുടെ ഉപ്പയും ഉമ്മയുമായാലോ ഏറെ കടമയായി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്റ്റേജാണ്. ഇമ്മാ യബ്ലഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവരിൽ ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കും തന്നെയോ നിന്റെ അടുക്കൽ അവർ ഉള്ള കാലത്ത് അവർ വയോവാർദ്ധക്യത്തിന്റെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. നീ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. വാക്കിൽ പോലും നീ ശ്രദ്ധിക്കണം. നോക്കിലും നിന്റെ നടപ്പിലും നിന്റെ ഇരിപ്പിലും നിന്റെ പെരുമാറ്റത്തിലും നിനക്കവരോട് ശ്രദ്ധ വേണം. വളരെ ഗൗരവത്തോടെയാ ഇസ്ലാം പറഞ്ഞത്. ലോകത്ത് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെയും വെറുതെ പാറമേൽ പൊട്ടിമുളച്ചവരായതുകൊണ്ടല്ല. അവർക്കൊക്കെ താങ്ങും തണലുമാകേണ്ടിയിരുന്ന ആളുകൾ ആ വൃദ്ധസദനങ്ങളുടെ ചുറ്റുമതിലുകൾക്ക് പുറത്ത് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ. എത്രയോ വയോവൃദ്ധന്മാരും വൃദ്ധകളും ഇടച്ചുമരുകളിൽ വൃദ്ധസദനങ്ങളിൽ ആ വൃദ്ധസദനങ്ങളുടെ ഇടച്ചുമരുകളിൽ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചെറുജനലുകളുടെ അഴികൾക്കിടയിലൂടെ കാഴ്ചയില്ലാത്ത കണ്ണുകൾ കൊണ്ട് ദൂരേക്ക് നോക്കിയിരിപ്പുണ്ട്. എന്റെ മോൻ എന്നെ തേടി എന്ന് വരും, എന്റെ മകൾ എന്നെ തേടി എന്ന് വരും. ഉമ്മ എന്നൊന്ന് വിളിക്കാൻ, ഉപ്പ എന്നൊന്ന് വിളിക്കാൻ എന്നെ തേടി എന്റെ വലിയ ഉദ്യോഗസ്ഥനായ ഡോക്ടറായ എഞ്ചിനീയറായ വലിയ ആളായ എന്റെ മോൻ എന്നെ തേടി എന്ന് വരുമെന്ന് ചുടുനിശ്വാസത്തിന്റെ കണ്ണുനീർത്തുകൊണ്ട് തപിക്കുന്ന ഹൃദയവുമായി വൃദ്ധസദനങ്ങളുടെ ചുമരുടെയും മതിൽക്കെട്ടുകൾക്കുമിടയിൽ പഴകി നുരുമ്പിച്ച ആ ജനൽക്കമ്പികളുടെ കൈയും പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഇവരൊക്കെ അവിടെ എത്തിയതെങ്ങനെയാ? മക്കളില്ലാഞ്ഞിട്ടല്ല. അടുത്ത ദിവസം നമ്മൾ വായിച്ചു, നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഉമ്മ മരണപ്പെട്ടത് ബന്ധുക്കൾ അറിഞ്ഞില്ല. 4-5 മക്കളുണ്ടാവുന്നൊക്കെ ഉഴുവരിച്ചിരുന്നു ആ ബോഡിയിൽ. മരിച്ചതറിഞ്ഞില്ല. എന്താ കാരണം? മക്കൾക്ക് വേണ്ട. ആലോചിച്ചു നോക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു മകൻ വന്നുകൊണ്ട് പരാതി പറയാണ്. അള്ളാന്റെ റസൂലിനോട് പറയാണ്, റസൂലെ, എന്റെ വാപ്പന്റെ മുതലൊക്കെ എടുക്കുകയാണ്, എന്റെ വാപ്പന്റെ സ്വത്തൊക്കെ ചോദിക്കാൻ എടുക്കുകയാണ്, പലപ്പോഴും എടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാപ്പാനെ കൂട്ടിയിട്ട് വാ. അള്ളാന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ആ വൃദ്ധൻ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വടിയിൽ ഊന്നിപ്പിടിച്ച് അകം വളഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് പ്രവാചക സന്നിധിയിലേക്ക് എത്തിയ ആ ബാപ്പയോട് ചോദിച്ചു, എന്തിനായി മോന്റെ സ്വത്തെടുക്കുന്നത്? ആ ബാപ്പ പറഞ്ഞു, റസൂലേ, ഇവനൊന്നും കഴിയാത്തൊരു കാലുണ്ടായിരുന്നു, അന്ന് ഇവനെന്തും ഞാൻ കൊടുത്തിരുന്നു. ഇവനൊന്നിനും കഴിയാത്തൊരു ഫക്കീറായ കാലുണ്ടായിരുന്നു. 2 റുപ്യ തരൂപ്പ, 5 രൂപ തരുമോ, 10 ദിർഹം തരുമോ എന്ന് ചോദിച്ചു നടന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. എടുത്തോ മോനെ എന്ന് പറഞ്ഞന്ന് ഞാൻ അവന് കൊടുത്തു. ഇന്നിപ്പോ ഞാൻ വളരെ ദുർബലനാണ്, ഞാൻ ഫക്കീറാണ്, അവൻ സമ്പന്നനാണ്, അവൻ എനിക്ക് തരൂലാന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ മോനോട് പറഞ്ഞു, അൻത വമാലുക ലിഅബീക്. എന്താണോ നീ മനസ്സിലാക്കിയത്? അൻത വമാലുക ലിഅബീക്. നീ വലിയൊരു പണക്കാരൻ, നീ വലിയൊരു സമ്പന്നൻ. എടോ, നീയും നിന്റെ മുതലും മുഴുവനും നിന്റെ ബാപ്പാന്റെതാണ്. അൻത വമാലുക ലിഅബീക്, നിന്റെ ബാപ്പാന്റെതാണ് അതൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർത്തോളൂ മക്കളെ, വലിയ സമ്പന്നരായി, വലിയ വീട് വെച്ചു, വലിയ വാഹനങ്ങളിലായി, പ്രായാധിക്യമുള്ള ബാപ്പയും ഉമ്മയും നമ്മളിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വരുന്നത് പോലും മനം വിരക്കലുണ്ടാക്കുന്ന മക്കളെ,
എന്റെ ബാപ്പയാണതെന്ന് ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന ബാപ്പയെ ഉമ്മയെ നോക്കി പറയാൻ മനസ്സിറക്കാത്ത മക്കളെ ആലോചിച്ചു നോക്കണം. ആ കണ്ണുനീരിന്റെ വില, ആ മനസ്സിന്റെ പ്രാർത്ഥന ഒരിക്കലും ശരീരമേ ശോഷിച്ചിട്ടുണ്ടാവുകയുള്ളൂ, ഹൃദയത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. നല്ല കരുത്തുള്ള ഉമ്മമാരുണ്ട്, മറക്കരുത്. നല്ല കരുത്തുള്ള ഉമ്മമാരുണ്ട് കേട്ടോ, മറക്കരുത്. ഇന്നലെ എന്റെ ഒരു സ്നേഹിതൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ 85 വയസ്സ് പിന്നിട്ട വൃദ്ധയായ ഒരു മാതാവിനെ അതാ പ്രായം പരിഗണിച്ചു നോക്കുമ്പോ ചെറുതല്ലാത്ത ഒരു ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കടത്തുന്നത്. 85 പിന്നിട്ടൊരു ഉമ്മ. ആ ഉമ്മാക്കൊരു ഓപ്പറേഷൻ നടത്തണം. ഉമ്മയുടെ പ്രായം നോക്കുമ്പോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, പ്രയാസാണ്. ഡോക്ടറുടെ കരങ്ങളിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽക്കല്ലെന്ന് ഉമ്മയാണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഈ മോന് പറഞ്ഞു, ഉമ്മ സാരില്ലട്ടോ, ഒന്നും സംഭവിക്കൂലട്ടോ, പേടിക്കണ്ട. തിരിഞ്ഞു നിന്നുകൊണ്ട് ഉമ്മ ചോദിച്ചൊരു ചോദ്യം, മോനെ എന്താടാ നിനക്ക്? തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നുപോയ ഉമ്മ ഒന്നും പറ്റാതെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്ക്, ശരീരമേ ശോഷിച്ചിട്ടുള്ളൂ പല ഉമ്മമാർക്കും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് നിലകൊള്ളുന്ന ഈമാനിനും തവക്കുലിനും ഒരു ശോഷണവും സംഭവിച്ചിട്ടില്ല. അതവിടെ ശേഷിച്ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടാണ് പലപ്പോഴും ലോകം നിലനിൽക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഹൽ തുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും, ഹൽ തുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങൾ ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളിലെ ദുർബലരായ ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ മനസ്സ് പൊട്ടിയുള്ള റബ്ബിനോടുള്ള തേട്ടവും കാരണമല്ലയോ നിങ്ങൾക്കൊക്കെ റിസ്ക് കിട്ടുന്നതും അള്ളാന്റെ സഹായം കിട്ടുന്നതും ഒക്കെ? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ പ്രായത്തിലും സ്റ്റേജിലും തളരാത്ത ഈമാനുള്ള വക്താക്കളുണ്ട്, നല്ല മുവഹിദുകളായ ആളുകളുണ്ട്, നല്ല കരുത്തുള്ള മനക്കരുത്തുള്ള ആളുകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരെയൊക്കെ പരിചരിച്ചോളീ, അവരെയൊക്കെ ബഹുമാനിച്ചോളൂ. അതൊക്കെ നമ്മൾ കുടുങ്ങുമ്പോ രക്ഷയാണ്. ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ ചരിത്രത്തിൽ കാണാം. ഗുഹാമുഖത്ത് വന്നടിഞ്ഞു വീണ പാറക്കല്ല് തള്ളിരീക്കാൻ സാധിക്കാതെ വന്നപ്പോ 3 ആളും ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകം അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാനി എന്നാണ്. അല്ലാഹുവേ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഞാൻ അവരെ പരിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പാറക്കല്ല് നീങ്ങി. നമുക്കങ്ങനെ എടുത്തു പറയാനുണ്ടോ? അതുകൊണ്ട് ആലോചിക്കുക. വാർദ്ധക്യം പരിഹസിക്കപ്പെടേണ്ടതല്ല, വാർദ്ധക്യം അവഹേളിക്കപ്പെടേണ്ട ഘട്ടമല്ല, വാർദ്ധക്യം പരിഹസിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഘട്ടമല്ല. ആവർത്തിച്ച് മനസ്സിനെ പഠിപ്പിക്കുക. അത് തനിക്കേറെ പ്രാധാന്യം തന്റെ ഉമ്മയും ഉപ്പയും ആ സ്റ്റേജിലെത്തുമ്പോഴാണ്, തന്റെ ബന്ധുക്കളാകുമ്പോഴാണ്, തന്റെ അയൽക്കാരാകുമ്പോഴാണ്, മുസ്ലിമീങ്ങളാകുമ്പോഴാണ്. ആ മുസ്ലിമീങ്ങളായിരുന്നാൽ പോലും തനിക്ക് ആ കടമയാണ് എന്നത് മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലും പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്നാൽ എത്രയോ ആളുകൾ വയോവാർദ്ധക്യത്തിന്റെ സ്റ്റേജ് പിന്നിട്ടാൽ പോലും സിനിമകളുടെയും സീരിയലുകളുടെയും ലോകത്ത് നിന്ന് മടങ്ങാത്ത എത്രയോ പടുകിഴവന്മാരുണ്ട്. തോന്നിവാസം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, തോന്നിവാസത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പുകവലിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ വൃത്തികെട്ട പലതിന്റെയും വക്താക്കളായ എത്രയോ വൃദ്ധകളും വൃദ്ധന്മാരുമൊക്കെ ഇന്നും പല വീടുകളിലുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കാൻ നമ്മൾ ദുആ ചെയ്യുക. അവരെയൊക്കെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അവർ നല്ലവരായി മരിച്ചു പോകട്ടെ. അതിനുവേണ്ട പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇനിയൊന്നും അവർ പറഞ്ഞാൽ നന്നാവൂല എന്ന് നമ്മൾ ആരെക്കുറിച്ചും വിചാരിക്കരുത്. പ്രതീക്ഷയോടെ അവർക്കും ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടമകൾ നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.